1947 ഓഗസ്റ്റ് 15 മൗണ്ട് ബാറ്റൻ പ്രഭു സ്വിച്ച് അമർത്തിയപ്പോഴല്ല ചരിത്രം തുടങ്ങുന്നത്. അക്രമിയായ ബാബർ ഇന്ത്യയിലേക്ക് അധിനിവേശം നടത്തിയ പാനിപ്പത്തിലെ മഹായുദ്ധത്തിലുമല്ല ചരിത്രം തുടങ്ങുന്നത്. അന്യ സ്ത്രീയെ സുഖിപ്പിക്കുവാൻ വേണ്ടി അപരൻ്റെ കവിത മോഷ്ടിച്ച് തൻ്റേതാണെന്ന് പറഞ്ഞ് ദാനം ചെയ്ത മഹാനായ സാമൂഹിക പരിഷ്കർത്താവാണ് ഒന്ന്. കൊച്ചു പുസ്തകം തോൽക്കുന്ന മനോവൈകൃതങ്ങൾ എഴുതി നെറ്റിയിൽ ആന ചവിട്ടിയ പോലെ പൊട്ടുമിട്ട് നടന്നാൽ മാധവിക്കുട്ടിയാകും, മഹാസാഹിത്യകാരിയാകും എന്ന് സ്വയം കരുതുന്ന സ്ത്രീയാണ് മറ്റൊരാൾ. രാമജന്മഭൂമിക്ക് അനുകൂലമായി കോടതി വിധി വന്നില്ലായിരുന്നെങ്കിൽ അവിടെ ഉയരുന്നത് ബാബറിൻ്റെ പേരിലുള്ള മസ്ജിദായിരുന്നുവെങ്കിൽ വിശാലമായ കപടമതേതരത്വത്തിൻ്റെ ഈ വക്താക്കൾ അവിടേക്ക് കുതിച്ചെത്തിയേനെ. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് ജി കാഞ്ഞിരത്തിൽ. ഏവർക്കും നേർക്കാഴ്ചയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പ്രശസ്ത ഗായികയും ഒരു തികഞ്ഞ വിശ്വാസിയുമായ KS ചിത്ര ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ഹിന്ദു ഭവനങ്ങളിൽ ശ്രീരാമമന്ത്രം ജപിക്കണമെന്നും ദീപങ്ങളാൽ അലങ്കരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വീഡിയോ പുറത്തിറക്കുകയുണ്ടായി. ഇത് കണ്ട പാടെ ഒരു വിഭാഗം ആളുകൾ വെടികൊണ്ട പന്നിയെപ്പോലെ വെറി പൂണ്ട് തലങ്ങും വിലങ്ങും പാഞ്ഞു നടന്ന് സോഷ്യൽ മീഡിയയിൽ ചിത്രയ്ക്ക് നേരെ സൈബർ ആക്രമണം നടത്തുകയാണ്. ഒരു വിശ്വാസി എന്ന നിലയിൽ, ആത്മാഭിമാനമുള്ള ഹിന്ദു എന്ന നിലയിൽ എന്താണ് KS ചിത്ര ചെയ്ത തെറ്റ്? രാമനാമം പാടണം എന്ന് പറഞ്ഞതോ, സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തണം എന്ന് പറഞ്ഞതോ? വിളക്ക് കൊളുത്തുന്നതും നാമം ജപിക്കുന്നതും ഉംറ ചെയ്യുന്നത് പോലെ, ഹജ്ജ് ചെയ്യുന്നത് പോലെ ഒരു മതപരമായ ആചാരമാണ്. വിശുദ്ധ അൽഫോൺസാമ്മയുടെ വിശുദ്ധീകരണ പ്രക്രിയയ്ക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ മന്ത്രിസഭയിലെ ക്രിസ്ത്യൻ മന്ത്രിമാർ പോയ നാടാണിത്. സർക്കാർ ചിലവിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളുടെ ഒപ്പമിരുന്ന് മതേതരൻ ചമഞ്ഞുകൊണ്ട് വെട്ടി വിഴുങ്ങുമ്പോൾ ഒരാൾക്കും ഒരെതിർപ്പുമില്ല. മുജാഹിദ് ബാലുശ്ശേരിമാർ മുക്കിന് നടത്തുന്ന മതപ്രഭാഷണങ്ങളിൽ ഇതര മതങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ, ഓണവും ക്രിസ്മസും ശിർക്കാണെന്ന് പറയുമ്പോൾ ഒരാൾക്കും ഒന്നും പറയാനില്ല. അയ്യപ്പസ്വാമിയുടെ ആചാരം ലംഘിക്കുന്നതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചില സ്ത്രീകൾ ദേഹമാസകലം കറുത്ത ബുർഖയുമണിഞ്ഞ് സ്വന്തം ആചാരത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വനിതാമതിൽ പണിഞ്ഞപ്പോഴും അതൊക്കെ മതേതരത്വമായിരുന്നു. ഈ വരുന്ന ജനുവരി 22 അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ വീട്ടിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണമെന്നും രാമനാമം ചൊല്ലണമെന്നും പറഞ്ഞ മലയാളത്തിൻ്റെ വാനമ്പാടി ആ പാവം സ്ത്രീ ശ്രീമതി ചിത്ര സവർണമൂരാച്ചി സംഘി അവരെ ഒറ്റപ്പെടുത്തുക, വളഞ്ഞിട്ടാക്രമിക്കുക അല്ലേ? കേരളത്തിലെ ഈ സോക്കാൾഡ് മതേതരത്വമുണ്ടല്ലോ, അതൊരു വല്ലാത്ത മതേതരത്വമാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാക്കട്ടെ, ഈ വേല അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി. രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയുന്നതിന്, അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിന്, രാമനാമം ജപിക്കുന്നതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളോട് അനുവാദം തേടേണ്ട ആവശ്യമില്ല. അത്രയ്ക്കുള്ള വളർച്ച നിങ്ങൾക്കിന്നോളം ഉണ്ടായിട്ടില്ല, അത്രയ്ക്ക് നിങ്ങൾ വളർന്നിട്ടില്ല എന്ന് സാരം. അതുകൊണ്ട് വിശ്വാസികൾക്കെതിരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളെ നേരിടുക തന്നെ ചെയ്യും. KS ചിത്രയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്ന സാംസ്കാരിക നായകന്മാരുടെ പേര് നോക്കുമ്പോൾ വളരെ രസകരമാണ് കാര്യങ്ങൾ. അന്യ സ്ത്രീയെ സുഖിപ്പിക്കുവാൻ വേണ്ടി അപരൻ്റെ കവിത മോഷ്ടിച്ച് തൻ്റേതാണെന്ന് പറഞ്ഞ് ദാനം ചെയ്ത മഹാനായ സാമൂഹിക പരിഷ്കർത്താവാണ് ഒന്ന്. കൊച്ചു പുസ്തകം തോൽക്കുന്ന മനോവൈകൃതങ്ങൾ എഴുതി നെറ്റിയിൽ ആന ചവിട്ടിയ പോലെ പൊട്ടുമിട്ട് നടന്നാൽ മാധവിക്കുട്ടിയാകും, മഹാസാഹിത്യകാരിയാകും എന്ന് സ്വയം കരുതുന്ന സ്ത്രീയാണ് മറ്റൊരാൾ. ആരാൻ്റെ കവിത മോഷ്ടിച്ച് സ്വന്തം എന്ന പേരിൽ മറ്റൊരാൾക്ക് എഴുതാൻ കൊടുക്കുന്നത് പോലെയല്ല ഇവരുടെ ഇപ്പോഴത്തെ എഴുത്തുകൾക്ക് പിറകിലെ തിളപ്പിൻ്റെ വൈകാരിക പരിസരങ്ങളെ നമുക്ക് അക്കമിട്ടു നിരത്തി തെളിയിക്കാനാകുന്നതാണ്. അത് കേവലം സാമുദായിക പ്രീണനം മാത്രമാണ്.
പ്രീണിപ്പിക്കാനുള്ള നിങ്ങളുടെ അവകാശത്തെ ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അതും എടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തിന് മേൽ കുതിര കയറാം എന്ന് വിചാരിക്കരുത്. അതിനി നടക്കില്ല. KS ചിത്ര ഒറ്റയ്ക്കല്ല, ഈ രാജ്യം തന്നെ അവരോടൊപ്പമുണ്ട്. ചരിത്രം പഠിപ്പിക്കാൻ വരുന്നവരോട് പറയാനുള്ളത്, 1947 ഓഗസ്റ്റ് 15 മൗണ്ട് ബാറ്റൻ പ്രഭു സ്വിച്ച് അമർത്തിയപ്പോഴല്ല ചരിത്രം തുടങ്ങുന്നത്. അക്രമിയായ ബാബർ ഇന്ത്യയിലേക്ക് അധിനിവേശം നടത്തിയ പാനിപ്പത്തിലെ മഹായുദ്ധത്തിലുമല്ല ചരിത്രം തുടങ്ങുന്നത്. ക്രിസ്ത്യാനികൾക്ക് ജെറുസലേം പോലെയും മുസ്ലിങ്ങൾക്ക് മക്കയും മദീനയും പോലെയും ഹൈന്ദവർ ഏറ്റവും പരിപാവനമായി കരുതുന്ന സ്ഥലം തന്നെയാണ് ശ്രീരാമ ജന്മഭൂമി. ചൂല്യാട്ടുമാർ എത്രയൊക്കെ തിരുത്തിയാലും അത് തർക്കമന്ദിരം പോലുമല്ല, ശ്രീരാമ ജന്മഭൂമി തന്നെയാണ്. ആ പുണ്യഭൂമിയിൽ ഉയർന്ന ശ്രീരാമക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെക്കുറിച്ചും സംസാരിച്ച KS ചിത്ര എന്തോ മഹാപരാധം ചെയ്തു എന്ന പോലെ അധിക്ഷേപിക്കുന്നവരും ഈ ഒരു തവണത്തേക്ക് ചിത്രയോട് ക്ഷമിക്കാം എന്ന രീതിയിൽ സഹതാപം കാട്ടുന്നവരും വെളിവും വെള്ളിയാഴ്ചയുമില്ലെങ്കിലും ബുദ്ധിജീവി എന്ന പട്ടം സ്വയം നെറ്റിയിലൊട്ടിച്ച് നടക്കുന്ന ഇടതു ജീവികളും വേർപിരിഞ്ഞു പോയ ചിത്രയുടെ സ്വന്തം കുഞ്ഞിനെപ്പോലും ഇവിടേക്ക് വലിച്ചിഴച്ച് മര്യാദയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് സൈബർ ആക്രമണം നടത്തുന്ന മാർക്സിസ്റ്റ് കനൽത്തരികളും കിട്ടിയ തക്കത്തിന് ചിത്രയ്ക്കെതിരെ പടപ്പുറപ്പാട് നടത്തുന്ന സുഡാപ്പികളും ഒന്ന് മനസ്സിലാക്കുക. ചിലരെ സുഖിപ്പിച്ച് മാത്രം നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമുള്ള കേരളത്തിൽ ഇടതനും വലതനും സുഡാപ്പിക്കും രാഷ്ട്രീയ ആയുധമാക്കാനുള്ളതല്ല ശ്രീരാമചന്ദ്ര മഹാപ്രഭുവും ആ പുണ്യക്ഷേത്രവും. ഒരു ഹിന്ദുവായി ജനിച്ച് ജീവിച്ചിട്ടും ഇത്തരത്തിൽ തൻ്റെ വിശ്വാസങ്ങളെ, തങ്ങളുടെ പൈതൃകത്തെ, ആരാധനാമൂർത്തികളെ ആക്ഷേപിക്കുന്നത് കാണുകയും കേൾക്കുകയും ചെയ്തിട്ടും ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്യാതെ വാ മൂടിക്കെട്ടി എല്ലാം കണ്ടും കേട്ടും നിൽക്കേണ്ടി വരുന്ന കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും NCPക്കാരനും ഒക്കെയായ ഹൈന്ദവരെ നിങ്ങൾ എതിർക്കുന്നത് നരേന്ദ്രമോദിയെയും BJPയെയും ആണെങ്കിൽ രാഷ്ട്രീയപരമായ എതിർപ്പുകൾ നിങ്ങൾ പ്രകടിപ്പിച്ചുകൊള്ളൂ. പക്ഷെ ഒന്നോർക്കുക, ഭാരതീയ ജനതാ പാർട്ടി തങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള രാമക്ഷേത്ര നിർമ്മാണം ഭംഗിയായി നടപ്പിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ വിരോധം നിങ്ങൾ രാമചന്ദ്ര മഹാപ്രഭുവിനോടും രാമജന്മഭൂമിയോടും കാണിക്കുന്നത് എന്തിനാണ്? രാഷ്ട്രീയക്കാരന് സ്വന്തം തലച്ചോറ് പണയം വെച്ച് ജീവിക്കേണ്ടി വരുന്ന ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. രാമജന്മഭൂമിക്ക് അനുകൂലമായി കോടതി വിധി വന്നില്ലായിരുന്നെങ്കിൽ അവിടെ ഉയരുന്നത് ബാബറിൻ്റെ പേരിലുള്ള മസ്ജിദായിരുന്നുവെങ്കിൽ വിശാലമായ കപടമതേതരത്വത്തിൻ്റെ ഈ വക്താക്കൾ അവിടേക്ക് കുതിച്ചെത്തിയേനെ. മുസ്ലിം ലീഗും മറ്റ് ഇസ്ലാമിക സംഘടനകളും പ്രസ്ഥാനങ്ങളും എല്ലാം ഒറ്റക്കെട്ടായി നിന്ന് തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം മറന്ന് ഒന്നു ചേർന്നേനെ. പക്ഷെ ഇപ്പോൾ 2040 ഭാരതത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ, ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ കോപ്പുകൂട്ടിയവർക്ക് മുന്നിൽ, അവർക്ക് ഒത്താശ ചെയ്ത ഈ കപടമതേതര രാഷ്ട്രീയക്കാർക്ക് മുന്നിൽ ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയരുന്നത് കാണുമ്പോൾ അവർക്കുണ്ടായേക്കാവുന്ന അസ്വസ്ഥത എത്ര വലുതായിരിക്കുമെന്ന് ഏവർക്കും ഊഹിക്കാവുന്നതാണ്. ഇത്രയും നാൾ പ്രവാസത്തിലായിരുന്ന ശ്രീരാമചന്ദ്രൻ രാംലല്ല രാമജന്മഭൂമിയിലേക്ക് വരികയാണ്. സ്വാഭിമാനികളായ ഓരോ വിശ്വാസിയും ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നു. ശ്രീരാമമന്ത്രങ്ങൾ ഉരുവിട്ടും ദീപങ്ങൾ തെളിച്ചും ശ്രീരാമചന്ദ്രൻ്റെ വരവിനെ ഓരോ വിശ്വാസിയും ആഘോഷമാക്കുക തന്നെ ചെയ്യും. കാരണം സ്വാഭിമാനികളായ ആ ഓരോ വിശ്വാസിയും സ്വന്തം പൈതൃകത്തിലും പിതൃത്വത്തിലും തെല്ലും സംശയമില്ലാത്തവരാണ്. ഈ സംശയാലുക്കൾ കുരയ്ക്കട്ടെ, ഇതൊക്കെ കണ്ട് അവർ ഉറക്കെ കരയട്ടെ. നിങ്ങളുടെ സൈബർ ആക്രമണങ്ങളിലും അധിക്ഷേപങ്ങളിലും തളർത്താൻ കഴിയുന്ന ഒന്നല്ല ഉറച്ച ഈ വിശ്വാസം. ഒരു ചിത്രയ്ക്ക് നേരെ നിങ്ങൾ പാഞ്ഞടുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ 1000 ചിത്രമാർ കടന്നു വരും. ഈ ധർമ്മഭൂമിയിൽ എന്നും വിജയം ധർമ്മത്തിന് മാത്രമായിരിക്കും. സമകാലികമായ മറ്റൊരു വിഷയവുമായി നേർക്കാഴ്ച വീണ്ടും കാണാം. ഞാൻ രഞ്ജിത്ത് ജി കാഞ്ഞിരത്തിൽ, സൈനിങ് ഓഫ്.